ഹലോ, ഞാൻ ഇന്ന് ഇവിടെ ഒരു ആലു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഗോതമ്പ് മാവ് കുഴയ്ക്കാം. ഇതിൽ കുറച്ച് ഉപ്പിടുന്നു. നമ്മുടെ ഉപ്പൊക്കെ എല്ലാവരുടെയും ആവശ്യാനുസരണം കുറച്ച് ഉപ്പിട്ട്, ഇത് ഓയിലാണ്. ഓയിൽ വരെ നെയ്യും വേണേൽ ഒഴിക്കാം, പക്ഷെ ഞാൻ കുറച്ച് ഒരു സ്പൂണ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചത് കുഴയ്ക്കുകയാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കുന്നു. ഞാൻ ഏകദേശം 3/4 കപ്പ് വെള്ളം എടുത്ത് പിന്നെ ഉപ്പും ഓയിലും ഒഴിച്ച് കുഴച്ച് ഇത്രയാകുമ്പോൾ ഞാനിതിലോട്ട് ഒരു സ്പൂൺ തൈര് ചേർക്കും. ഒരു സ്പൂൺ തൈര് നല്ല മയമായിട്ട് വരാൻ തൈര് ചേർക്കുന്നതിനോടൊപ്പം ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കും. എന്നിട്ട് ഇത് നല്ല മയമായിട്ട് ചപ്പാത്തിയുടെ ഇതിന് കുഴയ്ക്കുക. അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഏകദേശം ഈ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം. ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഫില്ലിങ്, അതായത് നമ്മുടെ ആലു, ഞാൻ ഏകദേശം ഒരു 5 ചെറിയ ആലുവാണ്, ഉരുളക്കിഴങ്ങാണ്. അത് ഒരു 5 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയതാണെങ്കിൽ 2 or 3 ഒക്കെ ആക്കാനുണ്ട്. അത് കുക്കറിൽ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഉടച്ചൊക്കെ എടുക്കണം. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടതിന് ഒരു സവോള, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുക. ഒരു സവോള, 2 പച്ചമുളക്, ഇത്രയുള്ള ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിതിലൊരു ചെറിയ മസാല ചേർക്കും. ഇതെല്ലാം കൂടി ഇതാക്കുന്നത്. ഇത് നമ്മളങ്ങനെ വേവിക്കുന്നില്ല, വെറുതെ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നേ ഉള്ളൂ. അതിനാദ്യം നമുക്ക് ഉപ്പ് വേണം എന്തായാലും. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു സ്പൂണ്, ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഗരം മസാലയാണ്, അതും ഒരു 1/4 സ്പൂൺ മതി. ഇത് 1/4 സ്പൂൺ ജീരകപ്പൊടിയാണ്. നമ്മുടെ അയമോദകമാണ്, ഒരു സ്വല്പം അയമോദകം. ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ പൊടിച്ച് വെച്ചിരിക്കുക. ഇതിലോട്ട് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഈ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് കൂടുതലിടാം. ബാക്കി ജീരകപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും എല്ലാം ഇടുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ സമയം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇതിൻ്റെ കൂടെ ഇടണം. ഗോതമ്പ് മാവ് നമ്മൾ ഓരോ ചെറിയ ഉണ്ടകളായിട്ട്, തീരെ ചെറുതല്ല, കുറച്ച് വലുതായിരിക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് മറ്റേ ഫില്ലിങ് വെക്കണ്ടേ, ആക്കി ഏകദേശം ഈ ഷേപ്പിൽ നമ്മളാക്കിയിട്ട് നമ്മളൊന്ന് നല്ലപോലെ ഈ ഗോതമ്പ് മാവിൽ തന്നെ മുക്കുക. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് വയ്ക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് ബോൾ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ പതുക്കെ നമ്മൾ കവർ ചെയ്യണം. പതുക്കെ ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. സൈഡിൽ കൂടെ വേണം കൂടുതൽ പരത്താൻ, നടുക്കാണെങ്കിൽ അതങ്ങ് പൊട്ടിപ്പോകാനുള്ള ഇതുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇത് കുറച്ചൊന്ന് വലുതാക്കി എടുക്കുകയാണ്. ചപ്പാത്തിയെക്കാട്ടി കുറച്ചുകൂടെ നമ്മൾ കട്ടിയിലാണിത് പരത്തുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു തവ വെച്ചിട്ടുണ്ട്. തവയിൽ ഇച്ചിരി നെയ്യും എണ്ണയും കൂടെ ചേർത്ത് അതിലോട്ട് ഇത് ഇടുകയാണ്. തീ എപ്പോഴും നമ്മൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പതുക്കെ ഇത് വെന്ത് കിട്ടണ്ടേ, കനമുള്ളതായതുകൊണ്ട് മറിച്ച് വിട്ടാണ് കേട്ടോ വേവിക്കുന്നത്, അല്ലെങ്കിൽ അത് വേഗത്തില്ല. കുറച്ച് ഓയിലും നെയ്യും കൂടാണ് ഈ
കൊടുക്കുന്നത് ഇങ്ങനെ പതുക്കെ പതുക്കെ. തീ വളരെ കുറച്ചായിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ആലു പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് തൈരോ അല്ലെങ്കിൽ പിക്കിളോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ എന്നും ചപ്പാത്തി തിന്നുമ്പോൾ ഇതൊരു ചേഞ്ചാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.